Figure 1.33 shows tracks of three charged particles in a uniform electrostatic field. Give the signs of the three charges. Which particle has highest charge to mass ratio? So ഇവിടെ നമുക്ക് 3 charged particles തന്നിട്ടുണ്ട് and they are placed in a uniform electrostatic field. അതായത് ഈ 3 charged particlesനെയും ഒരു uniform electric fieldലോട്ട് പാസ് ചെയ്യുകയാണ്. ഇനി we should find the signs of the three charges. ഈ 3 ചാർജിന്റെയും സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കണം. കൂടാതെ which particle has the highest charge to mass ratio? ഈ ചാർജ് ടു മാസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് Q/m റേഷ്യോ. സോ ഇത് ഏത് പാർട്ടിക്കിൾ ആണ് ഹയസ്റ്റ് എന്ന് കണ്ടുപിടിക്കണം. സോ ലെറ്റ് us അനലൈസ് ദി ഫിഗർ ഹിയർ. ഇവിടെ 2 ചാർജ്ഡ് പ്ലേറ്റ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചാർജ് പ്ലേറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവയ്ക്കിടയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. ആൻഡ് ഈ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് യൂണിഫോം ആണ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഓറിയന്റേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ parallel straight lines and the direction of line is from positive to negative. So ഇതായിരിക്കും ഈ പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇനി ഈ 2 പ്ലേറ്റുകൾക്കിടയിൽ നമ്മൾ ഒരു ബോഡി കടത്തി വിടുകയാണെങ്കിൽ if this body is not charged, ഈ ബോഡിക്ക് ചാർജ് ഒന്നും ഇല്ലെങ്കിൽ it will be neither attracted or repelled by the plates. അങ്ങനെയാണെങ്കിൽ ഈ ബോഡി ഡിഫ്ലക്ഷൻ ഒന്നുമില്ലാതെ നേരെ തന്നെ പോകും. അപ്പം നമ്മൾ ഒരു അൺചാർജ്ഡ് ബോഡി, ഫോർ എക്സാമ്പിൾ ഒരു ന്യൂട്രോണെയാണ് ഈ 2 പ്ലേറ്റുകൾക്കിടയിൽ കൂടി പാസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗോ അൺഡിഫ്ലക്റ്റഡ് ബിക്കോസ് ന്യൂട്രോണിന് ചാർജ് ഒന്നുമില്ല ആൻഡ് ഇറ്റ് വിൽ നോട്ട് ഫേസ് എനി അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ഫ്രം ദി പ്ലേറ്റ്സ്. സോ അതായിരിക്കും ഫസ്റ്റ് കേസ്. പക്ഷെ ഇവിടെ നമുക്കറിയാം നൺ ഓഫ് ദീസ് 3 പാർട്ടിക്കിൾസ് ആർ ഗോയിങ് അൺഡിഫ്ലക്റ്റഡ്. അതിനർത്ഥം ഈ പാർട്ടിക്കിൾസ് ചാർജ്ഡ് ആണ് എന്നാണ്. നമുക്ക് ഫസ്റ്റ് പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യാം. ഈ ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ മോഷൻ നോക്കുകയാണെങ്കിൽ ഇത് ചാർജ്ഡ് അല്ലായിരുന്നെങ്കിൽ നേരെ പോയനെ. പക്ഷേ നമുക്കറിയാം ഇറ്റ് ഇസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദിസ് പോസിറ്റീവ് പ്ലേറ്റ്. സോ ഈ ഫസ്റ്റ് പാർട്ടിക്കിൾ ഇസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ഈ പോസിറ്റീവ് പ്ലേറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് പാർട്ടിക്കിളിലെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഇവിടെ ഈ അട്രാക്ഷൻ മാത്രമല്ല ഈ ചേഞ്ച് ഓഫ് ഡയറക്ഷന് കാരണം, ഹിയർ ഇറ്റ് ഇസ് ഓൾസോ റിപ്പൽഡ് ബൈ ദിസ് നെഗറ്റീവ് പ്ലേറ്റ്. സോ ഈ ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ ഈ ഡിഫ്ലക്ഷന് കാരണം ഈ പോസിറ്റീവ് പ്ലേറ്റിന്റെ അട്രാക്ഷനും അതേസമയം ഈ നെഗറ്റീവ് പ്ലേറ്റിന്റെ റിപ്പൾഷനുമാണ്. ഇനി സെക്കൻഡ് പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാലും സെയിം കേസ് തന്നെയാണ്. കാരണം ഇറ്റ് ഈസ് ഓൾസോ അട്രാക്റ്റഡ് ടുവേർഡ്സ് ദിസ് പോസിറ്റീവ് പ്ലേറ്റ്. അങ്ങനെയെങ്കിൽ ഈ 2 ബോഡീസിന്റെ ചാർജ് എന്ന് പറയുന്നതും ഇറ്റ് ഈസ് നെഗറ്റീവ്. സോ ബോത്ത് പാർട്ടിക്കിൾ 1 and 2 ആർ നെഗറ്റീവ്. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദി പോസിറ്റീവ് പ്ലേറ്റ്. ഇനി തേർഡ് പാർട്ടിക്കിളിന്റെ കേസ് എടുത്താലോ, തേർഡ് പാർട്ടിക്കിൾ നമുക്കറിയാം ഇറ്റ് ഈസ് സ്ലോലി അട്രാക്റ്റഡ് ടുവേർഡ്സ് ദി നെഗറ്റീവ് പ്ലേറ്റ്. ഇങ്ങനെ നെഗറ്റീവ് പ്ലേറ്റിലോട്ടാണ് അട്രാക്ഷൻ എങ്കിൽ വി ക്യാൻ ബി ഷുവർ ദ ചാർജ് ഓഫ് പാർട്ടിക്കിൾ 3 ഈസ് പോസിറ്റീവ്. സോ ഇവിടെ ഫസ്റ്റ് ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടി. ഹിയർ പാർട്ടിക്കിൾസ് 1 and 2 ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് whereas പാർട്ടിക്കിൾ 3 ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. ആൻഡ് കാരണം എന്താണ്? ബിക്കോസ് ബോത്ത് പാർട്ടിക്കിൾസ് 1 and 2 മൂവ് ടുവേർഡ്സ് ദി പോസിറ്റീവ് ചാർജ് പ്ലേറ്റ് while പാർട്ടിക്കിൾ 3 മൂവ് ടുവേർഡ്സ് നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ്. ഇനി സെക്കൻഡ് പാർട്ട്, നമുക്ക് ഏത് പാർട്ടിക്കിളിന്റെ ചാർജ് ടു മാസ് റേഷ്യോ ആണ് മാക്സിമം എന്ന് കാണണം. സോ ഇവിടെ ചാർജ് ടു മാസ് റേഷ്യോ കാണാൻ നമുക്കൊന്നും കൂടി ഈ പാർട്ടിക്കിൾസിന്റെ മോഷൻ അനലൈസ് ചെയ്യാം. സോ ഇവിടെ ഈച്ച് ഓഫ് ദിസ് പാർട്ടിക്കിൾ ഇസ് ഡീവിയേറ്റിംഗ് ഫ്രം ഇറ്റ്സ് ഒറിജിനൽ പാത്ത്. അതായത് ഈ 3 പാർട്ടിക്കിളും നേരെ പോകുന്നതിന് പകരം ഒരു ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ഈ ഫസ്റ്റ് പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് സ്ലോലി ഡിഫ്ലക്റ്റഡ് ടുവേർഡ്സ് ദിസ് പോസിറ്റീവ് പ്ലേറ്റ്. നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റ് അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി ആൻ ആക്ഷൻ ഓഫ് ഫോഴ്സ്. സോ ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡ്യൂ ടു ദി അട്രാക്ഷൻ ഓഫ് പോസിറ്റീവ് പ്ലേറ്റ് ആൻഡ് ദ റിപ്പൾഷൻ ഓഫ് ദി നെഗറ്റീവ് പ്ലേറ്റ്. ഇനി ഈ തന്നിരിക്കുന്ന പാർട്ടിക്കിൾസിൽ ഏത് പാർട്ടിക്കിൾസിലാണ് കൂടുതൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ പാർട്ടിക്കിളിലായിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ. സോ ഫോഴ്സ് കൂടുതലാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനും കൂടുതലായിരിക്കും. ഇനി ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം നമുക്കറിയാം F is equal to ma. ഈ മാസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ F is proportional to acceleration. സോ ഇവിടെ ഒരു ബോഡിയിൽ ഫോഴ്സ് കൂടുതലാണെങ്കിൽ ഇറ്റ് വിൽ ഹാവ് മോർ ഡിഫ്ലക്ഷൻ. അങ്ങനെയെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് വിൽ ഹാവ് മോർ ആക്സിലറേഷൻ. സോ ഇവിടെ നമുക്ക് ആക്സിലറേഷനും ഡിഫ്ലക്ഷനും തമ്മിലൊരു റിലേഷൻ കോയിൻ ചെയ്യാം. ആക്സിലറേഷൻ സഫേർഡ് ബൈ ദി ചാർജ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിഫ്ലക്ഷൻ. അതായത് ഇവിടെ ഏത് ബോഡിക്കാണോ ആക്സിലറേഷൻ കൂടുതൽ അതേ ബോഡി തന്നെ ആയിരിക്കും കൂടുതൽ ഡിഫ്ലക്ട് ചെയ്യുന്നത്. സോ ഈ 3 പാർട്ടിക്കിൾസിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഏത് പാർട്ടിക്കിളിനാണ് കൂടുതൽ ഡിഫ്ലക്ഷൻ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഫോർ ദാറ്റ് വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ദിസ് റെഫറൻസ് ലൈൻ. സോ ഞാൻ ഈ റെഫറൻസ് ലൈനിനെ നേരെ എടുത്ത് ഈ കൃത്യം നടുക്കത്തെ പോയിന്റിൽ പ്ലേസ് ചെയ്യുവാണ്.
സോ നമുക്കറിയാം ഒരു അൺചാർജ്ഡ് പാർട്ടിക്കിൾ ആണ് ഈ ഇലക്ട്രിക് ഫീൽഡിൽ എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗോ അൺഡീവിയേറ്റഡ്, അതായത് കൃത്യം ഈ എച്ച് ആക്സിസിൽ കൂടെ തന്നെ പോകും. എന്നാൽ ഇവിടെ പാർട്ടിക്കിൾസ് ചാർജ്ഡ് ആയതുകൊണ്ട് തന്നെ ദേ വിൽ ഹാവ് എ ഡിഫ്ലക്ഷൻ. സോ ഇവിടെ ഉണ്ടാവുന്ന 3 പാർട്ടിക്കിൾസിന്റെ ഡിഫ്ലക്ഷൻ നമുക്ക് ഈ വൈ ആക്സിസുമായിട്ട് കമ്പയർ ചെയ്യാം. ഈ വൈ ആക്സിസുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് ഈ സെക്കൻഡ് പാർട്ടിക്കിൾ. സോ സെക്കൻഡ് പാർട്ടിക്കിൾ ഉണ്ടായ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇത്രയുമാണ്. അതേസമയം ഇതേ പോയിന്റിൽ ഈ ഫസ്റ്റ് പാർട്ടിക്കിളിനുണ്ടായ ഡിഫ്ലക്ഷൻ ഇത്രയുമാണ്. ആൻഡ് ലാസ്റ്റ്ലി ഈ തേർഡ് പാർട്ടിക്കിളിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനുണ്ടായ ഡിഫ്ലക്ഷനാണ് ഏറ്റവും മാക്സിമം. സോ നമുക്ക് കാണാം ദ ഡിഫ്ലക്ഷൻ ഫേസ്ഡ് ബൈ ദിസ് തേർഡ് പാർട്ടിക്കിൾ വിൽ ബി ദ മാക്സിമം. ദാറ്റ് ഈസ് ദ ഡിഫ്ലക്ഷൻ ഓഫ് ദി തേർഡ് പാർട്ടിക്കിൾ ഇസ് മാക്സിമം. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ചാർജ് ടു മാസ് റേഷ്യോ ആണ് കമ്പയർ ചെയ്യേണ്ടത്. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ആക്സിലറേഷനെ ചാർജ് ടു മാസ് റേഷ്യോ ആയിട്ട് ലിങ്ക് ചെയ്യണം. സോ അതിനായിട്ട് നമുക്ക് 2 ഇക്വേഷൻസ് കോയിൻ ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ്ലി ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്മേൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആൻഡ് ദി എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ് ഇസ് ഗിവൺ ആസ് Q ടൈംസ് E, അതായത് ചാർജ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്. സോ ഇതാണ് ഫോഴ്സിന്റെ ഒരു ഇക്വേഷൻ. ഇനി ഇതുകൂടാതെ ന്യൂട്ടൺസ് ലോ പ്രകാരം നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ ഓൾറെഡി ഉണ്ട്. F is also equal to mass times acceleration. ആൻഡ് ഇവിടെ ഈ 2 ഇക്വേഷൻസ് കമ്പയർ ചെയ്യുവാണെങ്കിൽ വി ക്യാൻ റൈറ്റ് MA is equal to QE. ആൻഡ് ആക്സിലറേഷൻ ഒരു എക്സ്പ്രഷൻ എഴുതുവാണെങ്കിൽ ഇറ്റ് ഇസ് QE ഡിവൈഡഡ് ബൈ M. ഈ ക്വസ്റ്റിനിൽ നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്ന യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇവിടെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഈ കോൺസ്റ്റന്റ് ആണ്. ഈ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ആക്സിലറേഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു Q ബൈ M. അതായത് നമുക്ക് കിട്ടി ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഈ ചാർജ് ടു മാസ് റേഷ്യോ ആയിട്ട് പ്രൊപ്പോർഷൻ ആണ്. സോ ഇവിടെ ഏത് ബോഡിക്കാണ് കൂടുതൽ ആക്സിലറേഷൻ ആ ബോഡിക്കായിരിക്കും ചാർജ് ടു മാസ് റേഷ്യോ മാക്സിമം. നമുക്ക് ഓൾറെഡി അറിയാം ഡിഫ്ലക്ഷൻ ഓഫ് 3 is maximum, that is acceleration of particle 3 is maximum. So here acceleration of particle 3 is maximum. Therefore particle 3 has the highest charge to mass ratio. So ഇവിടെ ആൻസർ ഒന്നുകൂടെ വൃത്തിയായിട്ട് എഴുതുവാണെങ്കിൽ the charge to mass ratio E by M is directly proportional to the amount of deflection. Since the deflection of particle 3 is the maximum, it has the highest charge to mass ratio. So ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നോർമലി എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിലും ചോദിക്കാറുള്ളതാണ്. Whenever a charged particle is passed in between 2 charged plates, 3 കേസസ് ആണുള്ളത്. If the particle is uncharged, there will be no deflection. അത് നേരെ പോകും. എന്നാൽ പോസിറ്റീവ് ചാർജ്ഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി അട്രാക്റ്റഡ് ടുവേർഡ്സ് ദി നെഗറ്റീവ് പ്ലേറ്റ്. അതേസമയം നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി അട്രാക്റ്റഡ് ടുവേർഡ്സ് ദി പോസിറ്റീവ് പ്ലേറ്റ്. ആൻഡ് ഇവിടെ ഏത് പാർട്ടിക്കിൾ ആണ് മാക്സിമം ചാർജ് ടു മാസ് റേഷ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഷുഡ് സി വിച്ച് പാർട്ടിക്കിൾ വിൽ ഹാവ് മോർ ഡിഫ്ലക്ഷൻ. ഡിഫ്ലക്ഷൻ കൂടുതലാണെങ്കിൽ വി ക്യാൻ അസ്യൂം ദർ വിൽ ബി മോർ ആക്സിലറേഷൻ. ആൻഡ് നമുക്ക് ഈ 2 ഇക്വേഷൻസ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലറേഷനും ചാർജ് ടു മാസ് റേഷ്യോയും തമ്മിലുള്ള റിലേഷൻ കിട്ടും. ആ റിലേഷനിൽ നമുക്ക് മനസ്സിലാവും ആക്സിലറേഷൻ കൂടുതലുള്ള പാർട്ടിക്കിളായിരിക്കും ചാർജ് ടു മാസ് റേഷ്യോ മാക്സിമം. അതേസമയം ആക്സിലറേഷൻ കുറവുള്ള പാർട്ടിക്കിളായിരിക്കും ചാർജ് ടു മാസ് റേഷ്യോ ഏറ്റവും മിനിമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് E is equal to 3 into 10⁻³ I cap Newton per Coulomb. What is the flux of this field through a square of 10 cm on a side whose plane is parallel to the YZ plane? B part. What is the flux through the same square if the normal to its plane makes a 60-degree angle with the x-axis? So ഈ ക്വസ്റ്റ്യൻ നമുക്കൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആൻഡ് അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 3 into 10⁻³ Newton per Coulomb. ആൻഡ് ഈ ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് പാസിംഗ് ത്രൂ x-axis. ഇനി ഇതേ പ്ലെയിനിൽ ഒരു സ്ക്വയർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് 10 cm ആണ്. ഇനി ആ സ്ക്വയർ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് YZ പ്ലെയിന് പാരലായിട്ടാണ്. So the square is placed parallel to the YZ plane and we need to find the flux through this square. So ആദ്യം നമുക്ക് ഇവിടെ ഒരു കോർഡിനേറ്റ് പ്ലെയിൻ കൺസിഡർ ചെയ്യാം XYZ. ആൻഡ് ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ X ആക്സിസിന് പാരലൽ ആണ്. സോ ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ a vector E parallel to X axis. So ഇതാണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ I cap. ഇനിയും ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യാം. ഈ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് 10 cm ആണ്. ആൻഡ് ഈ സ്ക്വയർ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് YZ പ്ലെയിന് പാരലായിട്ടാണ്. ആൻഡ് ഈ സ്ക്വയർ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് നോർമലി നമ്മളൊരു സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ഇതിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ദാറ്റ് മീൻസ് ദി ഏരിയ വെക്ടർ വിൽ ബി പെർപെൻഡിക്കുലർ ടു ദി സർഫസ് ഓഫ് ഈച്ച് പ്ലെയിൻ. സോ ഇവിടെ നമ്മൾ YZ പ്ലെയിന് പാരലായിട്ടാണ് ഈ സ്ക്വയറിനെ വെക്കുന്നത്. അങ്ങനെ ഈ സ്ക്വയർ YZ പ്ലെയിന് പാരലായിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്വയറിന്റെ ഏരിയ വെക്ടർ എന്നുള്ളത് ഈ YZ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും.
That means this area vector will also be parallel to the x-axis. So ഇതായിരിക്കും ഈ ക്വസ്റ്റ്യനിലെ ഫിഗർ. ഈ കേസിൽ നമുക്ക് കാണാം ഇവിടെ ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും പാരലൽ ആണ്. ആൻഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇറ്റ് ഇസ് ദി ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്ടർ. ആൻഡ് ഈ ഇ ഡോട്ട് എസിനെ എക്സ്പാൻഡ് ചെയ്താൽ ഇറ്റ് ഇസ് ഇ എസ് കോസ് തീറ്റ. ഇവിടെ തീറ്റയുടെ വാല്യൂ എന്താണ്? ഇവിടെ ഇലക്ട്രിക് ഫീൽഡും എക്സ് ആക്സിസിലോട്ടാണ്, ഏരിയ എക്സ് ആക്സിസിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. സോ ബോത്ത് ആർ പാരലൽ ടു ഈച്ച് അതർ. ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും പാരലൽ ആണെങ്കിൽ ഇവിടുത്തെ തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രി ആയിരിക്കും. സോ ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് വിൽ ബി ഇ എസ് കോസ് 0. കോസ് 0യുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, ഇറ്റ് ഇസ് 1. സോ ഹിയർ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു എസ്. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇ എന്ന് പറയുന്നത് 3 ഇൻറ്റു 10⁻3. സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് 10 ഇൻറ്റു 10. ഇനി ഇവിടെ സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. സോ ഇഫ് ഐ കൺവേർട്ട് ഇൻ മീറ്റർ ഇറ്റ് ഇസ് അഗെയിൻ 10⁻² ഇൻറ്റു 10⁻². സോ ഇത് ഇവിടെ വാല്യൂവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 into 10 it will be 100 into 10⁻², 10⁻² it will be 10⁻⁴. ഇതും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ it will be 10⁻². And ഈ 10⁻², ഈ 10⁻³ ആയിട്ട് ക്യാൻസൽ ചെയ്ത് you will get the answer as 30. ഇലക്ട്രിക് ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കുളം. ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ. സോ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് വിൽ ബി ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളം. സോ എ പാർട്ടിന്റെ ആൻസർ നമുക്ക് കിട്ടി. ഇറ്റ് ഇസ് 30 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളം. അതാണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ്. ഇനി ബി പാർട്ടിൽ നമ്മൾ ഇതേ സ്ക്വയറിനെ അതിന്റെ നോർമല് എക്സ് ആക്സിസുമായിട്ട് ഒരു 60 ഡിഗ്രി ആംഗിൾ വരുന്ന പോലെ റൊട്ടേറ്റീവ് ആണ്. ആ കേസിലുള്ള ഫ്ലക്സും കണ്ടുപിടിക്കണം. സോ ലെറ്റ് us rotate this square such that its normal make 60 degree with the x axis. സോ ഈ സ്ക്വയറിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏകദേശം ഇങ്ങനെ ഇരിക്കും. ആൻഡ് ഇവിടെ നമുക്ക് കാണാം ഈ സ്ക്വയറിന്റെ ഇപ്പോഴത്തെ നോർമല് ഈ എക്സ് ആക്സിസുമായിട്ട് ഒരു 60 ഡിഗ്രി ആംഗിൾ ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. So here the angle between the electric field and the area vector will be 60 degree. ഈ കേസിൽ നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് കാണാം. So here phi is equal to ES cos theta. And ഇവിടെ cos theta വാല്യൂ നമുക്കറിയാം, it is 60 degree. So cos 60. Now let's substitute. ഈ cos 60 എന്ന് പറയുന്നത് 1/2 ആണ്. സോ നേരത്തെ ESന്റെ വാല്യൂ നമുക്ക് ഇവിടെ ഓൾറെഡി ഉണ്ട്, ഇറ്റ് ഇസ് 30. 30 times 1/2 ആണ് ഇവിടുത്തെ ആൻസർ. സോ 30 into 1/2. And the answer will get it as 15 Newton meter square per coulomb. So that is the answer of B part. So ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്കൊരു സർഫസ് തന്നിട്ടുണ്ടെങ്കിൽ ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഏരിയ വെക്ടർ എടുക്കുന്നത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ ഏരിയ വെക്ടർ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിൽ വെച്ചാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Question number 16. What is the net flux of the uniform electric field of exercise 1.15 through a cube of side 20 cm oriented so that its faces are parallel to the coordinate planes? സോ ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലെ ആ കോർഡിനേറ്റ് പ്ലെയിനിൽ തന്നെ ഒരു സ്ക്വയറിന് പകരം നമ്മളൊരു ക്യൂബ് പ്ലേസ് ചെയ്യുകയാണ്. ആൻഡ് ഈ ക്യൂബിന്റെ സൈഡ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. ഇനിയും ഈ ക്യൂബിന്റെ ഫേസ് എല്ലാം ഈ കോർഡിനേറ്റ് പ്ലെയിനിന്റെ ആക്സിസിന് പാരലലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂബിൽ കൂടെയുള്ള നെറ്റ് ഫ്ലക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഈ ക്വസ്റ്റിനോട്ട് വരുന്നതിന് മുമ്പേ നമുക്ക് ജനറൽ കേസ് കൺസിഡർ ചെയ്യാം. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ റെപ്രസെന്റേഷൻ നമുക്കറിയാം, ഇറ്റ് ഇസ് പാരലൽ സ്ട്രെയിറ്റ് ലൈൻസ് വിച്ച് ആർ ഇക്വിഡിസെന്റ്. ഇങ്ങനെയുള്ള ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ക്യൂബ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ബോഡി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോഡിയിൽ കൂടെ ഉണ്ടാകുന്ന നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ദി ടോട്ടൽ ഫ്ലക്സ് പാസിംഗ് ത്രൂ എനി ക്ലോസ്ഡ് ഷേപ്പ് പ്ലേസ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് 0. കാരണം എന്താണ്? കാരണം ഇവിടെ ഈ സൈഡിൽ കൂടെ എന്തുമാത്രം ഇലക്ട്രിക് ഫ്ലക്സ് അകത്ത് കയറുന്നു, ദാറ്റ് ഇസ് ദ ടോട്ടൽ ഫ്ലക്സ് എൻ്ററിങ് ദിസ് ഷേപ്പ് വിൽ ബി ഈക്വൽ ടു ദി ടോട്ടൽ ഫ്ലക്സ് ലീവിംഗ് ദ ഷേപ്പ്. സോ ഈ കാര്യം കൊണ്ട് ഒരു ക്യൂബ് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഇതൊരു സിമ്പിൾ ഐഡിയ ആണ്. അല്ലെങ്കിൽ ഗോസ് ലോ വെച്ച് നമുക്ക് പറയാം, ദി ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇസ് ദി പ്രോഡക്റ്റ് ഓഫ് 1/ε0 ടൈംസ് ദി ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സിസ്റ്റം. ഈ ക്യൂബിനകത്ത് ഇവിടെ ഒരു ചാർജും പ്ലേസ് ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ ദിസ് ക്യൂ എൻക്ലോസ്ഡ് വിൽ ബി 0. സോ ഈ ഫോർമുല വെച്ച് നമുക്ക് കിട്ടും ദ നെറ്റ് ഫ്ലക്സ് ഇസ് 0. സോ ലെറ്റ് us come to this question. നമുക്കൊരു കോർഡിനേറ്റ് പ്ലെയിൻ ഉണ്ട്, അവിടെ ഓൾറെഡി ഇലക്ട്രിക് ഫീൽഡ് ഇറ്റ് ഇസ് പാരലൽ ടു ദി എക്സ് ആക്സിസ്, ആൻഡ് ഇവിടെ നമ്മളൊരു ക്യൂബ് പ്ലേസ് ചെയ്യാണ്. So as I told, the total flux entering this phase will be equal to the total flux leaving this phase. The number of field lines entering the cube is equal to the number of field lines passing out. As a result, the net flux through a cube placed in a
uniform electric field is 0. So ഈ സെയിം കേസ് നമുക്ക് ഇക്വേഷൻ വഴി റെപ്രസെന്റ് ചെയ്യാം. സപ്പോസ് ഈ ക്യൂബിന്റെ ഈ ലെഫ്റ്റ് ഫേസും റൈറ്റ് ഫേസും മാത്രമേ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന് പാരലായിട്ടുള്ളൂ. ബാക്കി എല്ലാ ഫേസും നോക്കുകയാണെങ്കിൽ സപ്പോസ് ഞാൻ ഈ ടോപ്പ് ഫേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് പെർപെൻഡിക്കുലർ ആണ്. സെയിം കേസ് ആണ് ബോട്ടത്തിലും. ഇവിടെയും ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് പെർപെൻഡിക്കുലർ ആണ്. സോ ഈ ലെഫ്റ്റ് റൈറ്റ് ഫേസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഫേസസും കാരണമുള്ള ഫ്ലക്സ് 0 ആയിരിക്കും. ബിക്കോസ് phi is equal to E dot S. അവിടെ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. സോ ഫ്ലക്സ് വിൽ ബി 0. ഇനിയും ഫ്ലക്സ് ഉണ്ടാവാൻ കാരണം ആകെ ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫേസസ് ആണ്. ആൻഡ് ഈ ലെഫ്റ്റ് ഫേസിലെ ഇലക്ട്രിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് നോർമൽ ടു ദി സർഫസ് ദാറ്റ് ഇസ് പോയിന്റിംഗ് ടുവേർഡ്സ് മൈനസ് എച്ച് ആക്സിസ്. ഇതായിരിക്കും ഈ ലെഫ്റ്റ് ഫേസിലെ ഏരിയ വെക്ടർ. അതേസമയം ഈ റൈറ്റ് സൈഡിലെ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പോയിന്റിംഗ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് പോസിറ്റീവ് എച്ച് ആക്സിസ്. ദാറ്റ് ഇസ് ഏരിയ വെക്ടർ ഓഫ് ദിസ് റൈറ്റ് സൈഡ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡിലെയും ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ ദാറ്റ് ഇസ് phi ടോട്ടൽ ഫ്ലക്സ് ടു ദി ലെഫ്റ്റ് സൈഡ് വിൽ ബി ഇ എസ്. ഇവിടെ ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും ആന്റി പാരലാണ്. ആന്റി പാരലാണെങ്കിൽ ദ ആംഗിൾ വിൽ ബി കോസ് 180 ഡിഗ്രി. അതേസമയം റൈറ്റ് സൈഡിലുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇ എസ് കോസ്. ഇവിടെ ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും പാരലാണ്. സോ ഇറ്റ് വിൽ ബി കോസ് 0. ആൻഡ് കോസ് 180യുടെ വാല്യൂ നമുക്കറിയാം ഇറ്റ് ഇസ് -1. സോ ഹിയർ ഫ്ലക്സ് വിൽ ബി മൈനസ് ഇ എസ്. അതേസമയം റൈറ്റ് സൈഡിൽ കൂടെയുള്ള ഫ്ലക്സ് കോസ് 0 1 ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി ഇ എസ്. ആൻഡ് ഈ കേസിൽ ഇക്വേഷൻ വഴി നമ്മൾ നെറ്റ് ഫ്ലക്സ് എടുത്തു കഴിഞ്ഞാൽ ദ നെറ്റ് ഫ്ലക്സ് വിൽ ബി ഈക്വൽ ടു ദ ഫ്ലക്സ് പാസിംഗ് ത്രൂ ദ ലെഫ്റ്റ് ഫേസ് പ്ലസ് ദ ഫ്ലക്സ് ത്രൂ റൈറ്റ് ഫേസ്. ആൻഡ് ഇവിടെ ഈ സം എടുത്തു കഴിഞ്ഞാലും നമുക്ക് 0 തന്നെ ആൻസർ കിട്ടും. സോ ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ബോത്ത് വേസ്. നിങ്ങൾക്ക് ഇക്വേഷൻ വഴിയിൽ ആൻസർ എഴുതണമെങ്കിൽ ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യാം. അതേസമയം ജസ്റ്റ് സെന്റൻസ് വഴി ആൻസർ എഴുതണമെങ്കിൽ ദിസ് ഇസ് മോർ ദാൻ ഇനഫ്. സോ ഓർത്തിരിക്കുക, എപ്പോഴും ഒരു ക്ലോസ്ഡ് സിമെട്രിക് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഈ ബോഡിയിൽ കൂടെ പാസ് ചെയ്യുന്ന നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം എന്താണ്? ദ ടോട്ടൽ ഫ്ലക്സ് എൻറ്ററിംഗ് ദി ബോഡി വിൽ ബി ഈക്വൽ ടു ദ ടോട്ടൽ ഫ്ലക്സ് ലീവിംഗ് ദി ബോഡി. 17th question. Careful measurement of the electric field at the surface of a black box indicates that the net outward flux through the surface of the box is 8 into 10 raised to 3 Newton meter square per coulomb. A part, what is the net charge inside the box? B part, if the net outward flux through the surface of the box was 0, could you conclude that there were no charges inside the box? Why or why not? ഈ ക്വസ്റ്റനിൽ നമുക്കൊരു ബ്ലാക്ക് ബോക്സ് തന്നിട്ടുണ്ട് ആൻഡ് ദാറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ഹിയർ. ആൻഡ് ഈ ബോക്സിൽ കൂടി പാസ് ചെയ്യുന്ന നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8 into 10 raised to 3 Newton meter square per coulomb ആണ്. ഇനി നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ദ നെറ്റ് ചാർജ് ഇൻസൈഡ് ദി ബോക്സ്. ഈ നെറ്റ് ഫ്ലക്സ് തന്നിട്ടുണ്ടെങ്കിൽ നെറ്റ് ചാർജ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. വി ക്യാൻ യൂസ് ഗോസസ് ലോ. സോ ഐ ക്യാൻ റൈറ്റ് ബൈ ഗോസ് ലോ ദ നെറ്റ് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് ഷേപ്പ് വിൽ ബി the net charge enclosed divided by epsilon 0. ഇതാണ് ഗോസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്. അതായത് ഒരു ക്ലോസ്ഡ് ബോഡിയിൽ കൂടെയുള്ള നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് 1/epsilon ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദാറ്റ് ബോഡിയാണ്. സോ നെറ്റ് ചാർജ് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 5 net into epsilon naught. ഇനി ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 8 into 10 raised to 3 epsilon 0 എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അതിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. ഇറ്റ് ഇസ് 8.85 into 10 raised to -12. ഇതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ വാല്യൂ. ഇനി റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ് എന്തായിരുന്നു? യൂണിറ്റും കൂടെ ഓർത്തിരിക്കുക. ഇറ്റ് ഇസ് കുളം സ്ക്വയർ ന്യൂട്ടൺ റേസ് ടു -1 മീറ്റർ റേസ് ടു -2. ഇതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ്. ഇത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 7.08 into 10 raised to -8 കുളമാണ്. അല്ലെങ്കിൽ ഈ 7.08 into 10 raised to -8നെ എനിക്ക് 0.07 മൈക്രോ കുളം എന്നും എഴുതാം. സോ ഇതായിരിക്കും ഇവിടെ ഈ ബോക്സിലുള്ള നെറ്റ് ചാർജ് എന്ന് പറയുന്നത്. ഇനി ബി പാർട്ട്, ഇഫ് ദി നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ത്രൂ ദി സർഫസ് ഓഫ് ദി ബോക്സ് വാസ് 0. സോ ബി പാർട്ടിൽ തന്നിട്ടുണ്ട് ഈ ബോക്സിൽ കൂടെയുള്ള നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയെങ്കിൽ ക്യാൻ യു കൺക്ലൂഡ് ദർ ആർ നോ ചാർജസ് ഇൻസൈഡ് ദി ബോക്സ്? നിങ്ങളുടെ ആൻസർ യെസ് ഓർ നോ ആണെങ്കിലും അതിന് റീസണും എഴുതണം. ബി പാർട്ടിൽ എന്താണ് പറഞ്ഞേക്കുന്നത്? ദ നെറ്റ് ഫ്ലക്സ് ത്രൂ ദിസ് ബോക്സ് 0. നെറ്റ് ഫ്ലക്സ് ആണ് 0. സോ ഫ്ലക്സ് ക്യാൻ കം ഔട്ട് ത്രൂ ഓൾ പോസിബിൾ ഡയറക്ഷൻ ബട്ട് ദ നെറ്റ് ഫ്ലക്സ് വിൽ ബി 0. അങ്ങനെയാണെങ്കിൽ നെറ്റ് ചാർജ് 0 ആണോ ഇല്ലയോ? ഇപ്പൊ ഈ ഗോസ് ലോ പ്രകാരം
നമുക്ക് ഓൾറെഡി നെറ്റ് ചാർജിന്റെ ഇക്വേഷൻ ഉണ്ട്. ഇറ്റ് ഇസ് നെറ്റ് ഫ്ലക്സ് ഇൻറ്റു എപ്സിലോൺ നോട്ട്. അപ്പോൾ ഇവിടെ നെറ്റ് ഫ്ലക്സ് 0 ആണെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി ചിന്തിക്കും ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് മൈറ്റ് ബി ഓൾസോ 0. ബട്ട് ഇവിടെ ഓർത്തിരിക്കുക, ഇവിടെ ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ആണ്. ദാറ്റ് മീൻസ് സപ്പോസ് ഈ ഒരു ബോക്സിൽ -Q +Q എന്നുള്ള 2 ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ ബോക്സിലുള്ള നെറ്റ് ചാർജിന്റെ വാല്യൂ എന്ന് പറയുന്നത് ദ സം ഓഫ് -Q + +Q ആണ്. ഈ സമയത്തും ദ നെറ്റ് ചാർജ് എൻക്ലോസ് വിൽ ബി 0. സോ നെറ്റ് ഫ്ലക്സ് 0 ആണ് എന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ദർ ഇസ് നോ ചാർജസ് ഇൻസൈഡ് ദി ബോക്സ്. ഇറ്റ് ഓൺലി മീൻസ് ദാറ്റ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി ബോക്സ് ഇസ് 0. സോ ബി പാർട്ട് ആൻസർ ഇസ് നോ. ആൻഡ് റീസൺ എന്ന് പറയുന്നത് ഇഫ് ദി നെറ്റ് ഫ്ലക്സ് ഇസ് 0, it can be concluded that the net charge inside the body is 0. The body may have equal amount of positive and negative charge. So ഓർത്തിരിക്കുക, ഒരു ബോഡിയിലെ നെറ്റ് ഫ്ലക്സ് 0 എന്ന് വെച്ചാൽ അതിനകത്ത് ഒന്നെങ്കിൽ there can be no charges inside the box, അല്ലെങ്കിൽ the net charge inside the box can also be 0. അതായത് ഒരു ബോക്സിനകത്ത് ഈക്വൽ amount of പോസിറ്റീവോ നെഗറ്റീവോ ചാർജസ് കാണും. 18th question. A point charge plus 10 microcoulomb is a distance 5 cm directly above the center of a square of side 10 cm as shown in the figure 1.34. What is the magnitude of the electric flux through the square? And ഇവിടെ നമുക്കൊരു ഹിന്റ് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് തിങ്ക് ഓഫ് ദി സ്ക്വയർ ആസ് വൺ ഫേസ് ഓഫ് എ ക്യൂബ് വിത്ത് എഡ്ജ് 10 cm. സോ ഇവിടെ നമുക്കൊരു സ്ക്വയർ തന്നിട്ടുണ്ട്. ആൻഡ് ഈ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് 10 cm ആണ്. ഈ സ്ക്വയറിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു 5 cm മുകളിൽ ഒരു 10 മൈക്രോകൂളം ചാർജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ 10 മൈക്രോകൂളം ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ ദി സ്ക്വയർ. സോ ഓൾറെഡി ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. സോ ഈ ഫിഗറിന് പകരം വിൽ റെപ്രസെന്റ് ദ സിറ്റുവേഷൻ ഹിയർ. വി ഹാവ് എ സ്ക്വയർ ആൻഡ് സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് 10 cm ആണ്. സോ 10 cm സൈഡുള്ള ഒരു സ്ക്വയർ ഇമാജിൻ ചെയ്യുക. ഇനി ഈ സ്ക്വയറിന്റെ മുകളിലായിട്ട് 5 cm മാറി ഒരു +10 മൈക്രോകൂളം ചാർജ് പ്ലേസ് ചെയ്യണം. സോ ദിസ് ഇസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 5 cm അബവ് ദി സ്ക്വയർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സ്ക്വയറിൽ കൂടി പാസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് ആണ്. സോ ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ട് ഈ സ്ക്വയർ ഒരു എഡ്ജിന്റെ ഒരു പാർട്ടായിട്ട് ഇമാജിൻ ചെയ്യുക. സോ ജനറലി ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഗോസസ് ലോ ആണ്. പക്ഷേ ഗോസ് ലോ ഈസ് ഓൺലി ഡിഫൈൻ ഫോർ ക്ലോസ് ഷേപ്പ്. അതുകൊണ്ടാണ് ഇവിടെ ഹിന്റ് തന്നേക്കുന്നത് തിങ്ക് ഓഫ് എ ക്യൂബ് വിച്ച് ഇസ് എ ക്ലോസ് ഷേപ്പ് അബവ് ദി സ്ക്വയർ. ബിക്കോസ് ഒരു ക്ലോസ്ഡ് ഷേപ്പിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ലെറ്റ് us ഇമാജിൻ എ ക്യൂബ് ഓഫ് എഡ്ജ് 10 cm ടു ബി പ്ലേസ്ഡ് അബവ് ദിസ് സ്ക്വയർ. അങ്ങനെയെങ്കിൽ ഫിഗർ ഇങ്ങനെ ഇരിക്കും. സോ ഇപ്പം ഒരു 10 cm എഡ്ജുള്ള ഒരു ക്യൂബ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ക്യൂബിന്റെ താഴെയായിട്ടാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന സ്ക്വയർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ക്യൂബ് വിൽ ബി അവർ ഗോഷ്യൻ സർഫസ്. വൺസ് യു ഹാവ് ദി ഗോഷ്യൻ സർഫസ് വി ക്യാൻ ഈസിലി അപ്ലൈ ഗോസസ് ലോ. സോ ഗോസസ് ലോ പ്രകാരം നമുക്ക് എഴുതാം ദ നെറ്റ് ഫ്ലക്സ് വിൽ ബി ക്യൂ നെറ്റ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട്. ആൻഡ് ഇവിടെ ഓർത്തിരിക്കുക ദിസ് ഇസ് ഓൺലി ഡിഫൈൻഡ് ഫോർ എ ക്ലോസ്ഡ് സർഫസ്. സ്ക്വയറിന്റെ കേസിൽ ഡയറക്ട്ലി ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് ഇസ് വൈ വി ആർ ഇമാജിനിങ് എ ക്യൂബ് ടു ബി പ്ലേസ്ഡ് ഓവർ ദി സ്ക്വയർ. ഇനി ഒരു പോയിന്റ് ചാർജ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് റേഡിയൽ ആയിട്ടോ എല്ലാ ഡയറക്ഷനിലോട്ടും ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്ന ഈ ക്യൂബിന്റെ 6 ഫേസിൽ കൂടിയും പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ആയിരിക്കും. പക്ഷെ നമുക്കിവിടെ വേണ്ടത് ദി ടോട്ടൽ ഫ്ലക്സ് പാസിംഗ് ഓൺലി ത്രൂ വൺ ഓഫ് ദി ഫേസ് ദാറ്റ് ഇസ് പ്ലേസ്ഡ് അറ്റ് ദി ബോട്ടം. ആൻഡ് അതെങ്ങനെ കിട്ടും? നമുക്കറിയാം ക്യൂബിന് 6 ഫേസസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഫേസിൽ കൂടി പാസ് ചെയ്യുന്നത് വി ഷുഡ് ജസ്റ്റ് ഡിവൈഡ് ദിസ് ക്വാണ്ടിറ്റി ബൈ 6. സോ ഐ ക്യാൻ റൈറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ വൺ ഫേസ് ഓഫ് ദ ക്യൂബ്. ഇവിടെ വൺ ഫേസ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ത്രൂ ദി സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 ത്രൂ ദി സ്ക്വയർ അല്ലെങ്കിൽ വൺ ഫേസ് ഇസ് ഈക്വൽ ടു 1/6 ടൈംസ് ക്യൂ നെറ്റ്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സിന്റെ 1/6 ആണ് ഒരു ഫേസിൽ കൂടി പാസ് ചെയ്യുന്ന ഫ്ലക്സിന്റെ എമൗണ്ട്. സോ 1/6 ടൈംസ് നെറ്റ് ഫ്ലക്സ്. ഇവിടെ നെറ്റ് ഫ്ലക്സിന്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി ഉണ്ട്. ഇറ്റ് ഇസ് ദി നെറ്റ് ചാർജ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ആൻഡ് ക്വസ്റ്റനിൽ നെറ്റ് ചാർജ് എന്താണ്? ഇറ്റ് ഇസ് 10 മൈക്രോകൂളം. So I can write 1/6 into 10 microcoulomb എന്ന് വെച്ചാൽ it is 10 into 10 raised to -6 all divided by epsilon 0 എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 8.85 into 10 raised to -12 ആണ്. ആൻഡ് ഇവിടെ ഇത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 1.88 into 10 raised to 5 Newton meter square coulomb raised to -1 which is a SI unit of electric flux. സോ ഇതായിരിക്കും ഈ സ്ക്വയറിൽ കൂടി പാസ് ചെയ്യുന്ന ഫ്ലക്സിന്റെ എമൗണ്ട്. സോ ഓർത്തിരിക്കുക ഇവിടെ ഗോസ് ലോ എന്ന് പറയുന്നത് നമുക്കൊരു ക്ലോസ്ഡ് സർഫസിനെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ.
പക്ഷേ ഈ ക്വസ്റ്റിനിൽ നമുക്കൊരു സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. സോ വി വിൽ ഇമാജിൻ എ ക്യൂബ് വിച്ച് ഇസ് എ ഗോഷ്യൻ സർഫസ് ആൻഡ് വി വിൽ ഫൈൻഡ് ദി നെറ്റ് ഫ്ലക്സ് പാസിംഗ് ത്രൂ ദിസ് ക്യൂബ്. ആൻഡ് വൺസ് യു ഹാവ് ദിസ് നെറ്റ് ഫ്ലക്സ് നമുക്ക് ഒരു ഫേസിൽ കൂടി പാസ് ചെയ്യുന്നത് 1/6 ഓഫ് നെറ്റ് ഫ്ലക്സ് ആയിട്ട് എടുക്കാം. അങ്ങനെ ആൻസർ 1.88 × 10⁵ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളം എന്ന വാല്യൂ കിട്ടി. 90th question. A point charge of 2 microcoulomb is at the center of a cube Gaussian surface 9 cm on edge. What is the net electric flux through the surface? ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഇവിടെയും നമുക്കൊരു ക്യൂബിക് ഗോഷ്യൻ സർഫസ് തന്നിട്ടുണ്ട്. അതിന്റെ എഡ്ജ് എന്ന് പറയുന്നത് 9 cm ആണ്. ഇനി ഇതിന്റെ സെന്ററിൽ ഒരു 2 മൈക്രോകുളം ചാർജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ക്യൂബിൽ കൂടിയുള്ള നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ മുമ്പത്തെ ക്വസ്റ്റ്യനിലെ പോലെ സെയിം മെത്തേഡാണ്. ഫിഗർ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ ഒരു ക്യൂബ് ഉണ്ട്, അതിന്റെ കൃത്യം സെന്ററിൽ ഒരു 2 മൈക്രോകുളം ചാർജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ മൈക്രോകുളം ചാർജ് കാരണമുള്ള നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇവിടെ സെയിം ഐഡിയ ആണ്. ദ ടോട്ടൽ ഫ്ലക്സ് പാസിംഗ് ത്രൂ ദിസ് ക്യൂബ് ഇസ് ഗിവൺ ബൈ ഗോസസ് ലോ. സോ ഇവിടെ നമുക്ക് എഴുതാം ബൈ ഗോസസ് ലോ നെറ്റ് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു നെറ്റ് ചാർജ് ഡിവൈഡഡ് ബൈ ε0. ആൻഡ് ഇവിടെ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് 2 മൈക്രോകുളം ആണ്. സോ ഇറ്റ് ഇസ് 2 × 10⁻⁶ ഡിവൈഡഡ് ബൈ ε0യുടെ വാല്യൂ ഓൾറെഡി അറിയാം, 8.85 × 10⁻12. ആൻഡ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 2.26 × 10⁵ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കുളം റേസ് ടു -1. സോ ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ സെയിം ഐഡിയ.